ഇങ്ങോട്ട് വരുന്ന പെണ്ണെങ്കിലും ദീർഘായുസോടെ ഇരിക്കുവോ, അതോ ആദ്യത്തെ ഭാര്യയെ പോലെ അല്പായുസിലങ്ങ് പോവോ? ചേച്ചി, പൂജ നടക്കുന്ന സ്ഥലത്ത് അപശകുനമാണോ പറയുന്നത്? ഇതെന്ത് നാക്കാണിത്? ഒരു വ്യവസ്ഥയുമില്ലേ? സത്യം പറയുമ്പോ എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? എടാ എന്റെ മോനെ, ഞാനിപ്പോ എന്തു പറഞ്ഞിട്ടാ നിന്റെ അമ്മ എന്നോട് ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്? അവയുടെ ആദ്യത്തെ ഭാര്യ അല്പായുസിലങ്ങ് പോയി കളഞ്ഞു. രണ്ടാമത് വരുന്നോളെങ്കിലും ദീർഘായുസോട് കൂടി ഇരിക്കുമെന്ന് നോക്കാനല്ലേ പറഞ്ഞുള്ളൂ. അതിലിപ്പോ എന്താണ് മോനെ തെറ്റ്? അഭിയുടെ ജാതകം നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. തങ്കം പോലുള്ളൊരു പെൺകുട്ടി മകന്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നു. അന്ന് ജാതകം നോക്കി തന്നെ എന്നെയും കല്യാണം കഴിപ്പിച്ചത്. എന്നിട്ടോ 3 മാസം പോലും ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചില്ല. അപ്പോഴേക്ക് അങ്ങേരങ്ങ് മേലോട്ട് പോയി. അഭിക്കു എന്റെ അതേ തലയിലെടുത്താ വന്നിരിക്കുന്നെ. അഭി നിങ്ങളുടെ സ്വന്തം മരുമകനല്ലേ, ഇങ്ങനെ ശപിക്കാൻ പാടില്ല. അവനെ ശപിക്കാൻ ഞാനാരാ മോളെ? എന്റെ പേര് സുമംഗലി എന്നാണെങ്കിലും ഭർത്താവ് മരിച്ച് 25 വർഷമായിട്ട് ഞാൻ ഇവിടെ വിധവയായിട്ടല്ലേ ജീവിക്കുന്നത്. അപ്പൊ തന്നെ എന്നെ മറ്റൊരു കല്യാണം കഴിപ്പിച്ചെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുമായിരുന്നോ? നിങ്ങൾ പറയേണ്ടതൊക്കെ കേൾക്കേണ്ടി വരുമായിരുന്നോ? ഞാൻ എന്ത് പറഞ്ഞു എന്നാ ചേച്ചി ഈ പറയുന്നത്? നീ പറഞ്ഞില്ലെങ്കിൽ എന്താ? നിന്റെ മരുമകളെ കൊണ്ട് നീ അത് പറയിപ്പിച്ചില്ലേ? അഭിക്കൊരു വിവാഹം നടക്കണമെന്ന് ഇളയമ്മയ്ക്ക് ഒട്ടും ആഗ്രഹമില്ലേ? അന്ന് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ ഞാനും ആഗ്രഹിച്ചതാ മോളെ. എന്നിട്ടെന്താ അത് നടന്നോ? ചില തലയിലെടുത്തൊക്കെ അങ്ങനെ, അത് ആർക്കും മാറ്റാൻ പറ്റില്ല. പൂജ കഴിഞ്ഞല്ലോ, ഇനി ഞാൻ എന്തെങ്കിലും പോയി കഴിക്കട്ടെ. ഇളയമ്മ ഇപ്പൊ പറഞ്ഞതൊന്നും അമ്മ കാര്യമാക്കണ്ട. അഭിക്ക് ഉറപ്പായിട്ടും വിവാഹം നടക്കും. അതെ, വളരെ പെട്ടെന്ന് തന്നെ അഭിമോന്റെ വിവാഹം നടന്നിരിക്കും. അഭിയെ കല്യാണം കഴിപ്പിക്കുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല സ്വാമി. പക്ഷേ അഭി അതിനിപ്പോ സമ്മതിക്കുന്നില്ലല്ലോ. അതാണ് പ്രധാന പ്രശ്നം. അവന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണെങ്കിൽ തീർച്ചയായും സമ്മതിക്കും. മകൻ വീട്ടിലെത്തിയ ഉടനെ ഇതാ ഈ ചരട് കൈ കെട്ടിയാൽ മതി, എല്ലാം ശരിയായിക്കോളും. വാങ്ങിക്കൊള്ളൂ. അതുപോലെ തന്നെ സുമംഗലികൾക്ക് ദക്ഷിണ വെച്ച് അവരുടെ അനുഗ്രഹം കൂടി വാങ്ങണം. ഇപ്പൊ തന്നെ സംസാരിക്കണോ സുശീല? ഇപ്പൊ തന്നെ ഒരുപാട് താമസിച്ചു പോയിട്ടാ. വസുവിനോട് കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയ സമയം ഇത് തന്നെയാ. ഉണ്ണി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ല. ഡിന്നർ കഴിക്കാതെ എനിക്കിങ്ങനെ ഉറങ്ങാൻ പറ്റും? അപ്പൊ നീ കല്യാണത്തിന് എന്താ കഴിച്ചേ? ആ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കിപ്പോ നൂഡിൽസ് വേണം. എനിക്കിപ്പോ നൂഡിൽസ് കിട്ടിയേ പറ്റൂ. നൂഡിൽസ് വേണം, നൂഡിൽസ് വേണം. എനിക്കിപ്പോ നൂഡിൽസ് വേണം. എനിക്ക് നൂഡിൽസ് കിട്ടിയേ പറ്റൂ. 5 മിനിറ്റ്സിൽ ഉണ്ടാക്കി തരാം. ഒന്ന് അടങ്ങിയിരിക്കോ നീ? നൂഡിൽസ് എനിക്ക് നൂഡിൽസ് വേണം. എനിക്ക് നൂഡിൽസ് വേണം. നിന്നോടല്ലേ അടങ്ങിയിരിക്കാൻ പറഞ്ഞത്? ഇപ്പൊ തന്നെ നൂഡിൽസ് വേണം. പെട്ടെന്ന് ചെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞ അവള് സമ്മതിക്കുവോ? എത്ര നാളായി നമ്മൾ വസുവിനെ കല്യാണം കഴിപ്പിക്കാൻ ആലോചിച്ചോണ്ടിരിക്കുക. ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉത്തരവാദിത്വം ഓർമ്മ വന്നൊന്നും അല്ലല്ലോ. നീ പറയുന്നതൊക്കെ ശരി തന്നെ. വസുവിന്റെ കല്യാണം നമ്മുടെ ഉത്തരവാദിത്വമെന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ അവൾ നമുക്കൊരു ഭാരമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവൾ കരുതിയാലോ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവൾക്കുണ്ടായിരുന്നെങ്കിൽ ഇത്ര കാലം നമുക്കൊപ്പം നിൽക്കില്ലല്ലോ. നമ്മുടെ മോൻ അവളെ വിട്ടിട്ട് പോയപ്പോ തന്നെ വസു നമ്മളെ വിട്ടു പോവേണ്ടതല്ലേ?
എന്നാണോ നമ്മുടെ മോൻ വസുവിനെ ഉപേക്ഷിച്ചു പോയത് അന്നു മുതൽ നമ്മൾ അമ്മായി അമ്മാവനും അല്ലാതായി തീർന്നു. ആ നിമിഷം മുതൽ നമ്മൾ വസുവിന്റെ അച്ഛനും അമ്മയായി മാറി. എങ്ങനെയെങ്കിലും അവളെ മറ്റൊരു കല്യാണം കഴിപ്പിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചതാ. നീ എപ്പോഴും നല്ല തീരുമാനങ്ങൾ തന്നെയാണ് എടുക്കുന്നത് സുശീല. വസുവിനോട് സംസാരിച്ച് നീ സമ്മതിപ്പിക്ക. അവൾക്ക് നല്ലൊരു പയ്യനെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്താം. അമ്മ എനിക്ക് വിശക്കുന്നു. എനിക്ക് ഇപ്പൊ തന്നെ നൂഡിൽസ് വേണം. കൊണ്ടുവരാ നിക്ക്. അമ്മ വിശക്കുന്നു. അമ്മ വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. കഴിക്കേ. എനിക്ക് നൂഡിൽസ് വേണ്ട. ഇപ്പോഴല്ലേ നീ നൂഡിൽസ് വേണോന്ന് പറഞ്ഞേ? ഇപ്പൊ വേണ്ട. വാശി കാണിക്കാതെ കഴിക്കുന്നേ. എനിക്ക് ഐസ്ക്രീം കഴിക്കാനാ തോന്നുന്നേ. ഈ സമയത്ത് ഐസ്ക്രീം കഴിച്ച പല്ലിന് കേടാ മോനെ. അതൊന്നും അറിയണ്ട. എനിക്ക് ഇപ്പൊ ഐസ്ക്രീം വേണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മര്യാദക്ക് നൂഡിൽസ് കഴിച്ചേ. ഞാനും വേണ്ടെന്നല്ലേ പറഞ്ഞേ. എനിക്കിപ്പോ ഐസ്ക്രീം വേണം. എനിക്ക് ഐസ്ക്രീം വേണം. എനിക്ക് ഐസ്ക്രീം വേണം. എനിക്ക് ഇപ്പൊ ഐസ്ക്രീം വേണം. എനിക്ക് ഐസ്ക്രീം വേണം. എനിക്ക് ഐസ്ക്രീം വേണം. എനിക്കിപ്പോ ഐസ്ക്രീം കിട്ടിയേ പറ്റൂ. കഴിച്ചേ. ഞാൻ കഴിക്കത്തില്ല. ഏയ് എന്താ ഉണ്ണി, എന്താ മോന് വേണ്ടാത്തെ? നോക്കമ്മേ, കുറച്ചു നേരം മുൻപ് നൂഡിൽസ് വേണോന്ന് പറഞ്ഞു. ഇപ്പൊ അത് കൊടുത്തപ്പോ നൂഡിൽസ് വേണ്ട, ഐസ്ക്രീം മതിയെന്ന്. എനിക്ക് ഇപ്പൊ ഐസ്ക്രീം വേണം. ഐസ്ക്രീം കഴിച്ചാ വയറ് നിറയില്ലടാ. നീ ഒന്ന് പറഞ്ഞാ കേക്ക്. കേക്കില്ല. എനിക്കിപ്പോ ഐസ്ക്രീം തന്നെ വേണം. ഓരോ ദിവസം കഴിയുന്നോറും നിന്റെ വികൃതി കൂടി കൂടി വരാ ഉണ്ണി. ശരി, നൂഡിൽസ് കഴിക്കേ. ഉണ്ണി നൂഡിൽസ് കഴിക്ക്. നിന്നെ ഞാൻ അവിടെ നിക്ക്. വിട്ടേക്ക് മോളെ, അവനെ ഇനി ഞാൻ കഴിപ്പിച്ചോളാം. നീ പോയി ഫ്രഷായി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. അവൻ ഞാൻ പറയുന്നത് പോലും കേൾക്കുന്നില്ല. പിന്നെ എങ്ങനെയാ അമ്മ പറയുന്നത് കേൾക്കുക? ഞാനും ഒരു അമ്മയാ. കുഞ്ഞുങ്ങളെ എങ്ങനെ ഭക്ഷണം കഴിപ്പിക്കണമെന്ന് എനിക്കും അറിയാം. നിന്റെ അച്ഛനും ഞാനും കൂടി എങ്ങനെങ്കിലും അവനെ സമാധാനപ്പെടുത്തി കഴിപ്പിച്ചോളാം. കല്യാണത്തിന് പോയി ക്ഷീണിച്ചല്ലേ, ഫ്രഷ് ആയിട്ട് വാ. അതുകൊണ്ടല്ല ഞങ്ങൾ അവനെ കഴിപ്പിച്ചോളാന്ന് പറഞ്ഞില്ലേ? എനിക്ക് സ്വന്തമല്ലാത്ത ഒന്ന് എന്റെ കഴുത്തിൽ കിടക്കുമ്പോ എനിക്ക് എന്തോ